സെയ്ദ് മുഹമ്മദ് സാദിഖ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കെന്ന് പറയുന്നത് ഇടിമുറി എന്നൊരു വാക്കാണ്. ഇതിലിപ്പോൾ ഇത് സംഭവിച്ചിട്ടുണ്ടോ, ആ ക്യാമ്പസിൽ ഇടിമുറി ഉണ്ടോ, 121 നമ്പർ മുറി റിസർച്ച് സ്കോളറുടേതാണോ അല്ലയോ, ഈ കണ്ടുപിടുത്തം ഇപ്പോൾ രജിസ്ട്രാർ നടത്തിയിരിക്കുന്ന റിപ്പോർട്ടിലുള്ളത് ശരിയോ തെറ്റോ എന്നുള്ളതിനേക്കാൾ അപ്പുറം ഈ കേരളം മുഴുവൻ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാചകം എന്ന് പറയുന്നത്, ഒരു വാക്ക് എന്ന് പറയുന്നത് SFIയുടെ ഇടിമുറി. കാര്യവട്ടം ക്യാമ്പസിലെ SFIയുടെ ഇടിമുറിയാണ് 121 നമ്പർ മുറി എന്നുള്ളതാണ്. നിയമസഭയിൽ ഉൾപ്പെടെ വളരെ നല്ല ഒരു ഡിസൈൻഡായിട്ട് അവതരിപ്പിക്കപ്പെട്ട ഒരു ഫ്രേസായി അത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ചർച്ചകളിലും മാധ്യമങ്ങൾ ഉൾപ്പെടെ അങ്ങനെ ഒരു വാചകമാണ് ഉപയോഗിക്കുന്നത്. SFI ഇടിമുറി എന്നൊക്കെ പറയുമ്പോൾ കേൾക്കാൻ നല്ല ഒരു പ്രാസമുണ്ട്. അത് അങ്ങനെ നല്ലവണ്ണം ക്ലച്ച് പിടിച്ച ആളുകളുടെ ഇടയിലേക്ക് അങ്ങ് ഏൽപ്പിക്കാനും പറ്റുന്നുണ്ട് എന്ന് ഒരു പ്രതീതിയുമുണ്ട്. അത് SFI എങ്ങനെയാണ് കാണുന്നത്? എന്നെ കേൾക്കാമോ ഡോക്ടർ? കേൾക്കാം. പറഞ്ഞോളൂ. ഇന്ന് ഈ ചർച്ച നടക്കുന്ന സന്ദർഭത്തിൽ SFIയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ രണ്ട് വാർത്തകൾ പുറത്തു വരുന്ന വേളയിലാണ് ഈ ചർച്ച നടക്കുന്നത്. ഞാൻ അതിലേക്ക് വന്നതിന് ശേഷം വിഷയത്തിലേക്ക് വരാം. ഇന്ന് കൈരളിയിൽ മാത്രമേ SFIയെ മുൻനിർത്തി ഒരു ചർച്ച നടക്കുന്നുള്ളൂ എന്നുള്ളത് അതിനൊരു കാരണമാണ്. അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാമെന്ന് വെച്ചത്. ഒന്നാമത്തെ കാര്യം, ഇന്ന് ഷമ്മാസിൻ്റെ ജില്ലയായ കണ്ണൂരിൽ സ്ഥിതി ചെയ്യുന്ന കണ്ണൂർ സർവകലാശാല യൂണിയനിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം വലിയ വാർത്തയായിരുന്നു. ഇത്തവണ SFI തോൽക്കുമോ, ഏതെങ്കിലും സീറ്റ് UDSF പിടിച്ചെടുക്കുമോ, കാസർഗോഡ് ജില്ലാ എക്സിക്യൂട്ടീവ് KSU ജയിച്ചേക്കും എന്നൊക്കെയുള്ള വലിയ വാർത്തകളുമായിട്ട് മൈക്കും സംവിധാനങ്ങളും എല്ലാമായിട്ട് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും കുറച്ച് ദിവസമായിട്ട് കണ്ണൂർ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. ഇന്ന് വൈകിട്ട് കണ്ണൂർ സർവകലാശാലയിലെ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ വോട്ടെണ്ണി ഫലം പ്രഖ്യാപിച്ച് കഴിഞ്ഞപ്പോഴേക്ക് SFI എല്ലാ സീറ്റിലും വിജയിച്ചു, ഗംഭീരമായി തന്നെ വിജയിച്ചു. എന്ന് പറഞ്ഞാൽ 1/4 നൂറ്റാണ്ടായി, 25 വർഷമായി SFI എന്നും ജയിച്ചു വരുന്ന, SFI മാത്രം ജയിച്ചു വരുന്ന ഒരു സർവകലാശാലയായി കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇന്നും നിലനിൽക്കുകയാണ്. അതൊരു സുപ്രധാനപ്പെട്ട കാര്യമാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഞങ്ങളൊക്കെ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തത് കാലിക്കറ്റ് സർവകലാശാല യൂണിയന്റെ റിസൾട്ട് വന്നപ്പോഴായിരുന്നു. കാലിക്കറ്റ് സർവകലാശാല യൂണിയനിൽ UDSF ജയിച്ചു, കേരളത്തിൽ വലിയ വാർത്തയായിരുന്നു. ഇന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ SFI ജയിച്ചു, അതൊരു വാർത്തയേ അല്ല. SFI ജയിക്കുക എന്നുള്ളതിനെ വാർത്തയല്ലാതെ കാണുകയും ഏതെങ്കിലും സ്ഥലത്തെ SFI തോറ്റാൽ അത് വലിയ വാർത്തയായി ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു മാധ്യമ സമീപനം കേരളത്തിൽ ഒരു വശത്ത് നിൽക്കുന്നു. ഒന്നത്. മറ്റൊന്ന്, ഈ വാർത്ത ചാനൽ ചർച്ച ആരംഭിച്ചതിന് ശേഷം നിങ്ങൾ പുറത്തുവിട്ടൊരു വാർത്തയുണ്ട്. SFIയുടെ സംസ്ഥാന പ്രസിഡന്റും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെയുള്ള 9 വിദ്യാർത്ഥി നേതാക്കൾ ഇന്ന് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയിരിക്കുകയാണ്. നീറ്റ്, UG, PG പരീക്ഷകളും UGC നെറ്റ് പരീക്ഷയും ഉൾപ്പെടെയുള്ള പരീക്ഷകളിൽ നടന്ന ക്രമക്കേടിനെതിരായി ഒരു രാജ്യവ്യാപക ബന്ദ് നടത്തിയ ബന്ദിന്റെ ഭാഗമായി സംസ്ഥാനത്തെ സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മാർച്ച് നടത്തിയതിനിടയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട SFIയുടെ നേതാക്കൾ ജയിലിൽ നിന്ന് വിമോചിതരായി പുറത്തേക്ക് വന്ന വാർത്തയും ഈ മണിക്കൂറിൽ വരികയാണ്. SFIയെ സംബന്ധിച്ച് ഒരു സർവകലാശാല യൂണിയനിലെ വിജയം, വലിയൊരു സമരത്തിന്റെ നേതൃത്വമായി നിലകൊണ്ട SFI നേതാക്കൾക്ക് ലഭിച്ച ജാമ്യം, ഇത് കേരളത്തിലെ ഒരു വാർത്താ ചാനലിലും ചർച്ച പോയിട്ട് ഒരു ഫ്ലാഷ് ന്യൂസ് പോലുമായി മാറുന്നില്ല. അതേസമയം കേരളത്തിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി SFI ഇടിമുറികളാണ്, SFIയുടെ അക്രമമാണ്, SFIയുടെ താണ്ഡവമാണ് എന്നൊക്കെ വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ മത്സരിക്കുകയാണ്. അപ്പം താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. കേരളത്തിൽ ഒരു ക്യാമ്പസിലും വിദ്യാർത്ഥികളെ മർദ്ദിക്കാൻ വേണ്ടി ഇടിമുറി ഒരുക്കി നിൽക്കുന്ന സംഘടനയല്ല SFI. ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ SFI അങ്ങനെ ഇടിമുറി ഒരുക്കിയതായി തെളിയിച്ചാൽ കേരളത്തിലെ ഏത് സർവകലാശാലയിലെയും ഹോസ്റ്റലിലേക്ക്, ഏത് ക്യാമ്പസിലെയും ഹോസ്റ്റലിലേക്ക് താങ്കളുടേതടക്കമുള്ള മാധ്യമ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾക്ക് മൈക്കും കൊണ്ടുവരാം, ക്യാമറയും കൊണ്ടുവരാം, നിങ്ങൾക്ക് വിശ്വസ്തരായ ആരെയും വിടാം. ഇനി ഷമ്മാസിന് വരണമെങ്കിൽ ഷമ്മാസിന് വരാം, KSUവിന്റെ നേതാക്കൾക്ക് വരാം, MLA മാരുണ്ടല്ലോ,
ഇപ്പോഴും KSUവിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന KSU മനസ്സ് വിട്ടുമാറിയിട്ടില്ലാത്ത കഞ്ഞിക്കുഴി MLA മാരുണ്ടല്ലോ പലരും. ഇവർക്ക് വേണമെങ്കിൽ വരാം. കേരളത്തിലെ ഏതെങ്കിലും ഒരു സർവകലാശാലയിലോ ഏതെങ്കിലും ഒരു കോളേജിലോ ഇത്തരത്തിൽ ഇടിമുറി സ്ഥാപിച്ച് വിദ്യാർത്ഥികളെ മർദ്ദിക്കാനുള്ള അധോലോക പ്രവൃത്തിയിൽ SFI ഏർപ്പെടുന്നു എന്ന് തെളിയിച്ചാൽ, അങ്ങനെ ഒരു മുറി കേരളത്തിലെ ഏതെങ്കിലും ഒരു ഹോസ്റ്റലിൽ കാണിച്ചാൽ KSU പറയുന്ന പണി ഞങ്ങൾ എടുക്കാം. ഞാൻ പരസ്യമായി വെല്ലുവിളിക്കുക. ഈ ചാനൽ ഡിബേറ്റിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വെല്ലുവിളിച്ചു. ഒരു ക്യാമ്പസിന്റെ പേര്, ആ ക്യാമ്പസിൽ ഇന്ന സ്ഥലത്ത് ഇടിമുറി പ്രവർത്തിക്കുന്നു, അതിന്റെ ഒരു ഫോട്ടോ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും മർദ്ദനം നടക്കുന്നതിന്റെ ഒരു വീഡിയോ, അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു വാർത്ത പുറത്തുവിടാൻ ഇവർക്ക് പറ്റും. സെയ്ദ് മുഹമ്മദ് സാദിഖ് കേരള യൂണിവേഴ്സിറ്റിയിലെ 121 നമ്പർ ഹോസ്റ്റൽ മുറി കാര്യവട്ടം ക്യാമ്പസിലെ മുറി അങ്ങനെ ഒരു ഇടിമുറി അല്ല എന്ന് രജിസ്ട്രാർ തന്നെ റിപ്പോർട്ട് ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ്. പക്ഷേ അത് ഷമ്മാസ് പറയുന്നത് അങ്ങനെ ഇടിമുറി എന്നൊരു ലേബൽ ഒട്ടിച്ച് അവിടെ അങ്ങനെ ഒരു മുറി ഉണ്ടാകില്ല, അത് ഇടിക്കാൻ വേണ്ടി ഒരു മുറി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്, അതാണ് ഇടിമുറി എന്നാണ്. അത് എങ്ങനെയാണ് സാദിഖ് വിശദീകരിക്കുക? അല്ല, ഷമ്മാസ് പറയുന്നതെല്ലാം നമുക്ക് വാദത്തിന് സമ്മതിച്ചു കൊടുക്കാം. ഇടിമുറി എന്ന പേര് വെക്കുന്നുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷേ മുറി തുറന്നിട്ടില്ലെന്ന് ലാൽ എന്നോട് പറഞ്ഞു. എന്താ അതിനെ കുറിച്ച് അഭിപ്രായം? അല്ല, മുറി 121 നമ്പർ മുറി, അതിൻ്റെ ഹോസ്റ്റലിലെ റിസർച്ച് സ്കോളർ, അയാളുടെ മുറി പൂട്ടിപ്പോകാനുള്ള അവകാശം അയാൾക്കുണ്ട്. ആ മുറി ഗവേഷണാർത്ഥം പോയ വിദ്യാർത്ഥി തിരിച്ചു വന്നാൽ അയാൾ തുറക്കും. ആ ദിവസം അന്നത്തെ ദിവസം അത് ഓപ്പൺ ചെയ്തിട്ടില്ല എന്ന് രജിസ്ട്രാർ കണ്ടെത്തിയിട്ടുമുണ്ട്. ആ റിപ്പോർട്ടാണ് VCക്ക് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ തുറക്കാത്ത മുറിക്കകത്ത് എങ്ങനെയാണ് ഇടിച്ചകത്ത് ആളെ കയറ്റുന്നത്? എന്ത് തെളിവുണ്ട് നിങ്ങൾക്ക്? ഡോക്ടർ ലാൽ, ഞാൻ പോകുന്നതിന് മുമ്പ് അതിലേക്ക് വരാം. അതായത് ഇവരിപ്പോഴും 2006 ക്ലാസ്മേറ്റ് സിനിമ ഇറങ്ങിയ ഒരു പശ്ചാത്തലം ഓർമ്മയുണ്ടല്ലോ. അതിൽ നമ്മൾ സതീശൻ കഞ്ഞിക്കുഴി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പണി എന്താ? രാത്രി കാലത്ത് KSUവിന്റെ എന്ന് പറഞ്ഞാൽ DSU എന്നാണ് ആ സിനിമയിൽ പേര്. ആ സിനിമയിൽ മത്സരിക്കുന്ന സ്വന്തം സംഘടനയുടെ സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിന് മുകളിൽ ചക്ക കൊണ്ടുപോയി ഒട്ടിക്കുക. എന്നിട്ട് തൊട്ട് പിറ്റേ ദിവസം അതൊരു ക്യാമ്പയിനാക്കി മാറ്റുക. തന്റെ കയ്യിൽ കിട്ടിയ ലവ് ലെറ്റർ പോളിംഗ് ദിവസം ബാലറ്റ് ബോക്സിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുക. അടി കിട്ടാത്ത ദിവസങ്ങൾ അടി കിട്ടി എന്ന് പറഞ്ഞ കൈക്കും കാലിനും കെട്ടുകെട്ടി വരിക. എന്നിട്ട് വിദ്യാർത്ഥികളിൽ സിമ്പതി സൃഷ്ടിക്കുക. ഇതാണ് കാലങ്ങളായിട്ട് KSU ചെയ്യുന്നത്. ഇപ്പൊ ഇവരുടെ മനസ്സിലുള്ള കാര്യം എന്താണ്? ഒരു പുതിയ അധ്യയന വർഷം ആരംഭിച്ചിരിക്കുകയാണ്. SFI വലിയ വിജയം മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലമാണ്. അദ്ദേഹം കണ്ണൂരിൽ നേരത്തെ നടന്ന ഒരു മെഡിക്കൽ കോളേജിന്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തെ കുറിച്ച് പറഞ്ഞു. ഒരു മെഡിക്കൽ കോളേജിൽ SFI തോറ്റിട്ടുണ്ടാവാം. അതിന് തൊട്ടടുത്ത് കോഴിക്കോട് ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്, കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. അവിടെ ഷമ്മാസിന്റെ KSUവും അതേപോലെ MSFും ഫ്രട്ടേണിറ്റിയും ABVPയും എല്ലാ സംഘടനകളും ചേർന്ന് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന പേരിലാണ് മത്സരിക്കുന്നത്. അവിടെ KSUക്കാരൊക്കെ ഈ ഇൻഡിപെൻഡൻസിന്റെ കൂടെയാ. KSU ഇല്ല അവിടെ. ആ ക്യാമ്പസിൽ കഴിഞ്ഞ 20 വർഷത്തിലേറെയായി SFI വിജയിക്കാറില്ല. ആ ക്യാമ്പസിൽ ജനറൽ സീറ്റിൽ ഉൾപ്പെടെ SFI വിജയിച്ചു. കുഹാസിൽ ആകെ 54 കോളേജുകളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 44-ൽ SFI ജയിച്ചു. KSUവിന്റെ കയ്യിലുള്ള എറണാകുളം ഫാർമസി കോളേജ് ഉൾപ്പെടെയുള്ള ക്യാമ്പസുകൾ SFI ജയിച്ചെന്നേ. SFIയും പലയിടത്തും ജയിക്കുന്നുണ്ട്. ഇങ്ങനെ വിജയം SFI നേടുന്നു. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇപ്പം വിജയത്തിലേക്ക് എത്തി. ഈ അധ്യയന വർഷത്തിലും SFIയുടെ വിജയത്തേരോട്ടം അട്ടിമറിക്കാൻ ഒരു വിദ്യാർത്ഥികൾക്കിടയിലേക്കും പൊതുജനങ്ങൾക്കിടയിലേക്കും ഒരു തെറ്റിദ്ധാരണാജനകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണം. അതിനുവേണ്ടി ഇവർ ഇറങ്ങി പുറപ്പെട്ടതാണ്. നിയമസഭ നടക്കുന്ന സമയത്ത് ബോധപൂർവം ഇത്തരത്തിൽ പ്രകോപനങ്ങൾ ഉണ്ടാക്കി MLA മാര് തന്നെ നേരിട്ട് ഈ പ്രശ്ന സ്ഥലങ്ങളിലേക്ക് വന്ന് തൊട്ട് പിറ്റേ ദിവസം അതിലൊരു MLA സബ്മിഷൻ ഉന്നയിച്ച് നിയമസഭയിൽ ആകെ ചർച്ചയാക്കി കേരളത്തിൽ ആകമാനം SFIക്കെതിരായ ഒരു നരേഷൻ സൃഷ്ടിക്കാനുള്ള പണിയാണ് ഇവരെടുക്കുന്നത്. എന്നാൽ ഇവർ ഈ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളാണോ? ഈ കതറൂട്ട് വന്നിരിക്കുന്ന KSUക്കാര്. ഷമ്മാസിന്റെ ജില്ലയാണല്ലോ കണ്ണൂർ ജില്ല. ആ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ കോളേജിലെ പ്രിൻസിപ്പാളിനോട് എന്താ ഇവർ കാണിച്ചത്? കഴിഞ്ഞ ദിവസങ്ങൾ SFI മാഷന്മാരോട് പെരുമാറുന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് സ്റ്റഡി ക്ലാസ് എടുത്തു പോയ ആളാ ഈ KSUവിന്റെ നേതാക്കൾ. സ്വന്തം ജില്ലയിലെ മട്ടന്നൂരിൽ KSUവിന്റെ നേതാക്കൾ എന്താണ് പ്രിൻസിപ്പാളിനോട് കാണിച്ചത്? നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? കോഴിക്കോട് ജില്ലയിലെ നാദാപുരം ഗവൺമെന്റ് കോളേജിൽ അവിടെ SFIയുടെ ഹെൽപ്പ് ഡെസ്ക് നടത്തിയ SFI പ്രവർത്തകനെ KSUവും MSFും ചേർന്ന് നരാധമന്മാർ ക്രൂരമായി മർദ്ദിക്കുന്ന വീഡിയോ ഇന്ന് വന്നു. എന്താ ഷമ്മാസിന്റെ മറുപടി? കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ, കാത്തോലിക്കേറ്റ് കോളേജിൽ, ഇവിടെയെല്ലാം KSUക്കാർ അഴിഞ്ഞാടിയില്ലേ? അപ്പൊ വെള്ള കുപ്പായ ഇട്ട് വെളുക്ക ചിരിച്ച്
ഞങ്ങൾക്ക് ഈ അക്രമ രാഷ്ട്രീയത്തിന്റെ ചാപ്പ അടിച്ചു തരുന്ന KSU, നിങ്ങളൊരു സ്വയം വിചിന്തനത്തിന് തയ്യാറാവണം. നിങ്ങൾ നടത്തിയ കൊലപാതകങ്ങൾ, നിങ്ങൾ നടത്തിയ അക്രമ പരമ്പരകൾ, നിങ്ങളുടെ കതറിനടിയിൽ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ച കടാരയിലെ ചോര, അതാണ് KSUവിനെ ഇന്ന് ഈ അവസ്ഥയിലാക്കിയത്. 970 SFI രൂപീകരിച്ച മുതൽ ഘട്ടം ഘട്ടമായി ഞങ്ങൾ ഓരോ ക്യാമ്പസും ജയിച്ചു വരിക. ഇക്കണ്ട ക്യാമ്പസുകളെല്ലാം KSU ആയിരുന്നില്ലേ? ഈ KSUവിന്റെ നേതാക്കന്മാരല്ലേ വളർന്നു വന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും എല്ലാമായി മാറിയത്? ആ പാരമ്പര്യമുള്ള KSU കേരളത്തിലെ വിദ്യാർത്ഥികളാൽ പുറങ്കാല് കൊണ്ട് ചവിട്ടി ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെട്ട അവസ്ഥയിലേക്ക് തരം താണു. ഈ ഘട്ടത്തിലാണ് സാദിഖ്, പക്ഷെ അതിനിടയിലാണ് ഇതാ ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെ ഇപ്പൊ ചൂണ്ടിക്കാട്ടി KSU ആണെങ്കിലും സംസ്ഥാനത്തെ പ്രതിപക്ഷമാണെങ്കിലും എന്തെങ്കിലും മുതലെടുക്കാൻ പറ്റുമോ എന്നുള്ള നോട്ടം വരുന്നത്. ഇപ്പോൾ കൊയിലാണ്ടിയിലെ സംഭവമുണ്ട്, അതുപോലെ ഉള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ. താങ്കൾ ഈ പറഞ്ഞ ബഹുഭൂരിപക്ഷം സ്ഥലത്തും SFI വിദ്യാർത്ഥികളുടെ അംഗീകാരം നേടുമ്പോൾ തന്നെയാണ് ഒന്ന് രണ്ട് സ്ഥലത്തെ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അവിടെയും ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടാകാം, പക്ഷെ അവിടെ അന്യായമെന്ന് തോന്നിപ്പിക്കാവുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി KSUവിന് ചില മുതലെടുപ്പെങ്കിലും നടത്താൻ സാധിക്കുന്നത്. അതുകൂടി SFI എങ്ങനെയാണ് കാണുന്നത് എന്നുകൂടി വിശദീകരിക്കാമോ? അല്ല, ഈ സംഭവങ്ങളിലെല്ലാം കൃത്യമായ വിശദീകരണം ഞങ്ങൾ തന്നല്ലോ. ഈ കാര്യവട്ട ക്യാമ്പസിൽ എന്താ സംഭവിച്ചത്? പുറമേ ആളുകളെ കൂട്ടി സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി, അത് വിജയിക്കാത്ത സാഹചര്യം ഉണ്ടായി. അത് കൃത്യമായി അതിന്റെ വീഡിയോസ് ഇപ്പൊ പുറത്തു വന്നു. ഈ സാൻജോസ് എന്ന് പറയുന്ന പുള്ളി വളരെ സുന്ദരമായി നടന്നു പോവുക, പോലീസിന്റെ വണ്ടി കയറി പോവുക, എന്നിട്ട് പിറ്റേന്ന് വീൽ ചെയറിൽ വന്നിട്ട്, അന്ന് രാത്രി വീൽ ചെയറിൽ വന്നിട്ട് മറ്റൊരു തരത്തിലുള്ള പ്രചാരണം നടത്തുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി KSUക്കാർ തന്നെ ഇദ്ദേഹത്തെ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് വാങ്ങി അടിച്ച് കൈകാല് പൊട്ടിച്ച് വീൽ ചെയറിലാക്കിയതോ എന്ന് പരിശോധിക്കണം. അതൊക്കെ ചെയ്യും. ഈ ഷമ്മാസിന്റെ സ്വന്തം ജില്ലയായ മട്ടന്നൂർ കോളേജിലെ ബഷീർ എന്ന് പറയുന്ന KSUവിന്റെ മാഗസിൻ എഡിറ്ററെ വിറകുകൊള്ളി കൊണ്ട് തലക്കടിച്ച് കൊന്ന പാരമ്പര്യമുള്ള ആൾക്കാരാണ് KSU. സ്വന്തം സംഘടനയിൽപ്പെട്ട ആളുകൾ. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ, ഡോക്ടർ ലാൽ തിരുവനന്തപുരത്ത് ഇവർ ഒരു ക്യാമ്പ് നടത്തി, ഈ ഷമ്മാസും ടീമും. KSUവിന്റെ ഒരു സംസ്ഥാന ക്യാമ്പ്. ആ ക്യാമ്പിൽ കള്ളും കുടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കളിക്കുക. താകൃതാളെന്ന് വെച്ച് പാട്ടും ഡാൻസും കളിക്കുക. അത് കഴിഞ്ഞിട്ട് KSUക്കാരൻ എയും അയ്യും തിരിഞ്ഞ് കോളറക്ക് പിടിക്കുക, കൊങ്ങയ്ക്ക് പിടിക്കുക, അടിക്കുക, ചവിട്ടുക, തൊഴിക്കുക. അപ്പൊ KSUവിന്റെ ക്യാമ്പിൽ ഇടിമുറി ഉണ്ടായത് കൊണ്ടാണോ എതിർ ഗ്രൂപ്പിൽപ്പെട്ട ആളുടെ ചെള്ളക്ക് തല്ലുകൊണ്ടത് എന്ന് KSU ഒന്ന് പരിശോധിച്ച് നോക്ക്.